പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുന്തിരി ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ പലപ്പോഴും മുന്തിരി ജ്യൂസ് തയ്യാറാക്കാറുണ്ട്. പക്ഷെ ഈ ഒരു രണ്ട് ചേരുവകൾ ഇന്ന് ഞാൻ നമ്മുടെ ജ്യൂസിൽ ഇടുന്ന ഈ ഒരു രണ്ട് ചേരുവകൾ വെച്ച് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കുക. ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അന്നേരം ജ്യൂസിന് കിട്ടുന്നത്. നിങ്ങൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ജ്യൂസ് മുന്തിരിയാണ്. അപ്പോൾ ഇത് 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. മുന്തിരി വാങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഒരല്പം ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആ മുന്തിരി ഇട്ട് കൊടുക്കാം. ഞാനിത് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരമുള്ള മുന്തിരിയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിതിലേക്ക് ഏകദേശം 1 ഗ്ലാസ് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് മതി. ഇൻഗ്രീഡിയൻസിൽ ഒരു സ്പെഷ്യൽ ഐറ്റമായ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ തേൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും തേൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ജ്യൂസിന് കിട്ടുന്നത്. നമ്മൾ തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അടപ്പടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് സ്റ്റെയിനറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ ചില ആളുകൾക്ക് മുന്തിരി ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ ചുണ്ടിന് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർ മുന്തിരി വേവിച്ചതിന് ശേഷം ജ്യൂസ് അടിക്കാം. അപ്പോൾ ആ ഒരു ചൊറിച്ചിലുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഒരല്പം നമുക്കൊന്ന് കുടിച്ചു നോക്കാം. അടിപൊളി. ശരിക്കും ആ ഒരു കുരുമുളകിൻ്റെയും തേനിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ ശരിക്കും ഒരു പ്രത്യേക രുചിയാണ് ജ്യൂസിന് തരുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര ചേർത്തിരിക്കുന്നത് വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ മുന്തിരിയും ഒരല്പം മധുരമുള്ള മുന്തിരിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് പഞ്ചസാര നമ്മൾ കുറവാണ് ചേർത്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.